അതിഥി തൊഴിലാളികൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപത്തിൽ രൂക്ഷ വിമർശനവുമായി കാന്തപുരം AP വിഭാഗം. റിവേഴ്സ് റെമിറ്റൻസ് പരാമർശം മുഖ്യമന്ത്രിയുടേത് അതിഥി തൊഴിലാളികളെ ആക്ഷേപിക്കുന്നതെന്നും സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അസ്ഗരി. കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ റിവേഴ്സ് റെമിറ്റൻസ് പരാമർശം ഒരു കണക്കിലെ പിഴവ് മാത്രമായി കാണാൻ കഴിയില്ല. കണക്ക് തെറ്റിയാൽ തിരുത്താം. എന്നാൽ കണക്കിനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ആശയ ലോകമുണ്ട്. അതാണ് കൂടുതൽ അപകടകരം. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിയമസഭ എന്ന വേദിയിൽ പറഞ്ഞ വാക്കുകളായതിനാൽ ആ ഗൗരവത്തിൽ തന്നെയാണ് ഈ പ്രസ്താവന വിലയിരുത്തപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യേണ്ടത്. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഒരു കുറിപ്പാണ്. ഈ കുറിപ്പ് വന്നിരിക്കുന്നത് പ്രസിഡന്റ് SOS കേരള എന്നുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് ഈ കുറിപ്പ് വന്നിരിക്കുന്നത്. ഈ കുറിപ്പിൽ ഇത്രമാത്രമല്ല പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് CDSൻ്റെയും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഒക്കെ പല IIMADയുടെയും KMSൻ്റെയും കണക്കുകൾ ഒരുപാട് പറയുന്നുണ്ട്. ഈ കണക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് വെറും കണക്കുകൾ മാത്രമല്ല, ഇത് റിവേഴ്സ് റിമിറ്റൻസിൻ്റെ പേരിൽ അതിഥി തൊഴിലാളികളെ അധിക്ഷേപിക്കുകയാണ്. അവർ കൂലിയില്ലാതെ പണിയെടുക്കണമെന്ന് പറയുകയാണ്. ഈ കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ ഈ പറയുന്ന അതിഥി തൊഴിലാളികളെ അവരൊക്കെ നമ്മുടേതെല്ലാം തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നൊക്കെയാണ് അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ വാദം. അപ്പോൾ ഈ ഒരു കുറിപ്പിനെയാണ് കൈരളിക്കാരൻ രൂക്ഷ വിമർശനവുമായി AP വിഭാഗം സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയാക്കിയത്. ശരിയാണ്. ഹക്കീം അസ്ഹരിക്ക് VD സതീശനെ രൂക്ഷമായി വിമർശിക്കാൻ എല്ലാ അവകാശവുമുണ്ട്. കാരണം ഹക്കീം അസ്ഹരിയും AP സമസ്തയുമാണല്ലോ VD സതീശനെയും UDFനെയും ഭരണത്തിലെത്തിച്ചത്. അവരുടെ വോട്ടില്ലായിരുന്നുവെങ്കിൽ UDF ഭരണത്തിലെത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഭരണത്തിലെത്തിച്ചതാണ് UDFനെ. അതുകൊണ്ട് അവർക്ക് രൂക്ഷമായി വിമർശിക്കാം. മാത്രവുമല്ല, AP സമസ്ത UDFിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും മുകളിൽ നിൽക്കുന്ന നമ്പർ 1 ഘടകകക്ഷി ആരാണ്? AP സമസ്തയാണ്. അപ്പോൾ അവർക്ക് ആവശ്യത്തിൽ അധികം വിമർശിക്കാം. അവർ മന്ത്രി കസേരയിലോ മുഖ്യമന്ത്രി കസേരയിലോ ഒക്കെ ഇരിക്കാൻ അർഹതയുള്ള ആളുകളാണ്. അവിടെ വരാത്തത് ഈ അധികാര കസേരയോട് അവർക്ക് താല്പര്യമില്ല. ഏത് അധികാര കസേരയോട് അവർക്ക് താല്പര്യമില്ല. അങ്ങനെയാണല്ലോ 89-ൽ AP സമസ്ത ഉണ്ടാക്കിയത്. അധികാര കസേരയോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ കസേരകളോടൊന്നും യാതൊരു താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് അവർ വന്നില്ല. പക്ഷേ UDFിലെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും മുകളിൽ നിൽക്കുന്ന നമ്പർ 1 കക്ഷി അത് ഈ AP സമസ്തയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് വിമർശിക്കാം. രൂക്ഷ വിമർശനം ആരാ പറയുന്നത്? കൈരളിക്കാരൻ. ഇനി ഈ കുറിപ്പ് വലിയ കുറിപ്പാണ്. ഇതിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് മാത്രമാണ് ഞാൻ വായിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചതിൽ ചില വാക്കുകളൊക്കെ ഞാൻ വായിക്കാം. അതേ വാചകഘടനയും അതേ യുക്തിയും കേരള നിയമസഭയിൽ മുഴങ്ങുമ്പോൾ അതിൻ്റെ പേര് മാറുന്നില്ല. കുടിയേറ്റക്കാരൻ്റെ കൂലിയെ ചോർച്ചയായി ചിത്രീകരിക്കുന്ന നിമിഷം ആ അധ്വാനം ഇവിടെ സൃഷ്ടിച്ച മൂല്യം, കെട്ടിടങ്ങൾ, റോഡുകൾ, കൃഷിയിടങ്ങൾ, ഹോട്ടലുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ എന്നിവ അദൃശ്യമാക്കപ്പെടുന്നു. കൂലി കൊടുത്തില്ലെങ്കിലും അധ്വാനം വേണം എന്ന ആഗ്രഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പേരില്ല, ചരിത്രത്തിൽ പേരുണ്ട്. ഇതൊക്കെയാണ് ഈ പറയുന്ന ഹക്കീം അസ്ഹരിയുടെ വാദങ്ങൾ. അപ്പോൾ ആ വാദങ്ങൾ അവിടെ നിൽക്കട്ടെ, ഒരുപാട് ഉണ്ട്. അത് ഒരുപാട് പാരഗ്രാഫ് വലുതന്നുണ്ട്, വായിക്കാൻ സമയമില്ല, അതുകൊണ്ട് വായിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ VD സതീശനെതിരെയുള്ള വിമർശനമാണ്. അതിൽ ആകത്തുക എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നടത്തിയ റിവേഴ്സ് റെമിറ്റൻസ് പരാമർശം അത് യോജിക്കാൻ കഴിയില്ല. അത് വലിയ അർത്ഥത്തിൽ ഈ പറയുന്ന അതിഥി തൊഴിലാളികളെ അധിക്ഷേപിക്കുന്നതാണ് എന്നുള്ളതാണ്. കേരള നിയമസഭയിൽ VD സതീശൻ, ഇതിന് പല ഭാഗങ്ങളുണ്ട്. VD സതീശൻ നടത്തിയ റിവേഴ്സ് റെമിറ്റൻസ് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചതും
അത് ഉപയോഗിക്കാനുണ്ടായ കാരണവും ഒക്കെ വളരെ വലുതാണ്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രതിഭാസമാണ് നമ്മുടെ കേരളത്തിൽ ഈ അതിഥി തൊഴിലാളികളുടെ ഒരു പ്രസരിപ്പ് അല്ലെങ്കിൽ ഈ കടന്നുകയറ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ കടന്നുകയറ്റം വല്ലാതെ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലക്കുണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ്, ഒരു അനന്തരഫലം, അതാണ് വി ഡി സതീശൻ ചർച്ച ചെയ്തത്. അത് ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ റീസെൻ്റ് ഇയേഴ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 15 വർഷക്കാലം കൊണ്ട് ഈ അതിഥി തൊഴിലാളികളുടെ എണ്ണവും അവർ ഈ പറയുന്ന കേരളത്തിലുള്ള അവരുടെ വരവും ഒക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുക. അപ്പോൾ വി ഡി സതീശൻ്റെ ഈ റിവേഴ്സ് റെമിറ്റൻസ് ഈ പ്രസംഗം ഇപ്പോഴും സോഷ്യൽ മീഡിയകളിലുണ്ട്, നിയമസഭാ TV-യിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഈ പ്രസംഗത്തിൽ എവിടെയും ഇതൊരു അധിക്ഷേപമായിട്ട് ചിലരതിനങ്ങനെ വലിയ അധിക്ഷേപമായിട്ട് ചിത്രീകരിച്ച് വി ഡി സതീശനെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് അതിനൊരു അധിക്ഷേപമാക്കി മാറ്റുക. വി ഡി സതീശൻ ഈ പറഞ്ഞത് റിവേഴ്സ് റെമിറ്റൻസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പെടുത്ത സിറ്റുവേഷനേക്കാളും കൂടുതൽ റിവേഴ്സ് റെമിറ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിവേഴ്സ് റെമിറ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഈ പറയുന്ന പണത്തിൻ്റെ സർക്കുലേഷൻ, ഫണ്ട് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഈ ആരെങ്കിലും അധിക്ഷേപിക്കലാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ യാഥാർത്ഥ്യം പറഞ്ഞതാണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇത് പറയാനുണ്ടായ സാഹചര്യമെന്ന് അദ്ദേഹം ഈ പറയുന്ന എറണാകുളത്തോ കൊച്ചിയിലോ ഈ അതിഥി തൊഴിലാളികൾ വരുന്നതിന് മുമ്പ് ഒരു 100 കോടിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അതിൽ 50% ഈ ലേബർ ചാർജാണ്, ആ ഫണ്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ മാറിയപ്പോൾ ഈ ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ സർക്കുലേഷൻ, നമ്മുടെ നാട്ടിലെ പണം അത് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അദ്ദേഹം പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം, കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് മുൻപില്ലാത്ത രീതിയിൽ പണം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന പണം നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റീവായിട്ടുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് കാര്യങ്ങൾ പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേക്കും വലിയ രീതിയിൽ അപ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോഴും അദ്ദേഹം മറ്റുള്ള പല രാജ്യങ്ങളെക്കുറിച്ചും പറഞ്ഞു, അവിടെയുള്ള റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ച് പറഞ്ഞു, അവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും അവിടെയുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതും പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ. അപ്പോൾ ഇതൊന്നും കേൾക്കാത്ത ആളുകൾ ഇപ്പോൾ അത് ഈ പറയുന്ന വി ഡി സതീശൻ മാത്രമല്ല പറഞ്ഞത് പി കെ കുഞ്ഞാലിക്കുട്ടി ഇതുപോലെ ദുബൈ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഇതേ ഘട്ടത്തിൽ. അപ്പോൾ ഇതൊന്നും ഒരു എന്താ പറയേണ്ടത് മനസ്സിലാകാത്തത് കൊണ്ടല്ല, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ്. ഈ പറയുന്ന ഹക്കീം അസേരി ആണെങ്കിലും വേറെയും ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഹക്കീം അസേരിയുടെ കാര്യം നമ്മൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഹക്കീം അസേരിയെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കണം. ഹക്കീം അസേരി വി ഡി സതീശനെ രൂക്ഷമായി വിമർശിക്കണം, മനസ്സിലായില്ലേ? കാരണം ഹക്കീം അസേരിക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, UDF-നെ വിജയിപ്പിച്ച് ഭരണത്തിലേക്ക് എത്തിച്ചത് ഹക്കീം അസേരിയും കൂട്ടരുമാണ്. അതുകൊണ്ട് അവർ വിമർശിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ ഹക്കീം അസേരി അല്ലാതെ വേറെ ആര് വിമർശിക്കും? ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ കണ്ട് അവിടെ നിന്നിറങ്ങി ഈ രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ നരേന്ദ്രമോദിക്ക് കീഴിൽ വലിയ സുരക്ഷിതരാണെന്ന് ആനവായിൽ അമ്പഴങ്ങ പോലെ വിളിച്ചു പറഞ്ഞ ഹക്കീം അസേരിയും കൂട്ടരും അവർ വി ഡി സതീശനെ വിമർശിക്കണം. അപ്പോഴാണ് വി ഡി സതീശന് ഒരു പവറുള്ളൂ, മനസ്സിലായില്ലേ? വി ഡി സതീശന് നരേന്ദ്രമോദിയെ പുകഴ്ത്തിപ്പാടുന്ന ആളുകൾ സതീശനെ വിമർശിക്കണം. അതാണ് വേണ്ടത്. വളരെ കൃത്യമാണ്. ഹക്കീം അസേരിയുടെ ലൈനിലൊന്നും ഒരു മാറ്റം ഉണ്ടാകരുത്. ഇത് തന്നെ തുടരണം, അല്ലേ? ഇത് തന്നെ തുടർന്നു കൊണ്ടിരിക്കണം. ഇനി ഹക്കീം അസേരി ഒരു കാര്യം ആലോചിക്കണം. ഇപ്പോൾ അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് അതിഥി തൊഴിലാളികളെയാ. ഇനി പിണറായി വിജയൻ മലപ്പുറത്തെ അധിക്ഷേപിച്ചപ്പോൾ, VS അച്യുതാനന്ദൻ അധിക്ഷേപിച്ചപ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപിച്ചപ്പോൾ, പിണറായി വിജയനും ശിവൻകുട്ടിയും ചേർന്ന്
പാർട്ടിയെ അറിയിക്കാതെ, ക്യാബിനറ്റിനെ അറിയിക്കാതെ, കേരളത്തെ അറിയിക്കാതെ രാത്രിക്ക് രാത്രി തലയിൽ മുണ്ടിട്ട് പോയി PM ശ്രീയിൽ ഒപ്പുവെച്ചപ്പോൾ ഒന്നും ഈ പറയുന്ന ഒരു വിമർശനങ്ങളും എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കൂട്ടര് പിണറായി വിജയനെ വിമർശിക്കാൻ ഒരു മടിയുള്ള, നരേന്ദ്രമോദിയെ പുകഴ്ത്തിപ്പാടുന്ന ആളുകൾ തന്നെ VD സതീശനെ വിമർശിക്കണം. അത് കൃത്യമാണ്, ലൈന് കൃത്യമാണ്. കാരണം സതീശൻ്റെ റേഞ്ച് എന്താണ് എന്നുള്ളത് വീണ്ടും വീണ്ടും സതീശൻ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ? സതീശൻ്റെ റേഞ്ച് എന്താണ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുക. ഈ റിവേഴ്സ് റിമിറ്റൻസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ കൊടിയും പൊക്കി പിടിച്ച് വരുന്ന ആളുകൾ ഈ സതീശൻ്റെ വാക്കുകൾ ഒന്നില്ലെങ്കിൽ അവർ ഫുള്ളായിട്ട് കേട്ടിട്ടില്ല. ഇനി അതല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ സതീശൻ എന്താണെന്ന് പറഞ്ഞത്, സതീശൻ എന്താ ഉദ്ദേശിച്ചത്, ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ, പറയുമ്പോൾ അതിനെ പല രീതിയിൽ ആർക്ക് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അങ്ങനെ ഒരു വ്യാഖ്യാനമായിട്ട് മാത്രമേ ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ സതീശന് ഒരു അതിഥി തൊഴിലാളിനെയും എവിടെയും അധിക്ഷേപിച്ചിട്ടില്ല. സതീശൻ ഈ കണക്കുകളും റിവേഴ്സ് റെമിറ്റൻസും ബാക്കിയുള്ളതും ഒക്കെ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ കൂടുതൽ പ്രൊഡക്റ്റീവായ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവണം, ഫണ്ട് സർക്കുലേറ്റ് ചെയ്യാനുള്ള കൂടുതൽ മാർഗങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രമേ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം, അദ്ദേഹം ഈ ഒരു 100 കോടിയുടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ ഉദാഹരണമൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് എക്സാമ്പിൾ അടക്കം പറഞ്ഞ് ഈ സ്കൂൾ കുട്ടികളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടും പിന്നെയും അത് അധിക്ഷേപമാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നവർ എന്താണ് അദ്ദേഹം പറഞ്ഞത്, എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്, എന്തിനാണത് പറഞ്ഞത്, അതൊക്കെ മനസ്സിലാകാതെ ആകാഞ്ഞിട്ടല്ല. അപ്പം ഇത്തരം ആളുകൾ സതീശനെ വിമർശിക്കരുത് എന്നൊന്നും പറയുന്നില്ല, സതീശനെ വിമർശിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് എന്താണ് താല്പര്യം, എന്താണ് അജണ്ട, എന്തുകൊണ്ടാണ് വിമർശനം എന്നൊക്കെ ബാക്കിയുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. മോദി സ്തുതി പാഠകർ സതീശനെ വിമർശിക്കുമ്പോൾ ആ സതീശൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്.